ഷാൻസ് വേൾഡിൻ്റെ ഈദ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈദ് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോൾ വ്ളോഗ് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എനിക്കിവിടെ നെറ്റിന് കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മുടെ കുറച്ച് കട്ട സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടേഴ്സും ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തലേ ദിവസവും അതുപോലെ ഇതിൻ്റെ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. ഇതിൻ്റെ തലേ ദിവസം നമ്മളൊരു മെഹന്തി കോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ഒരു പാർലറുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പാച്ചക്ക് പോയിട്ട് മെഹന്തി കോൺ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ഇതിന് വാങ്ങിച്ചൊരു മെഹന്തി കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു 2 ദിവസം മുന്നേ മെഹന്തിയൊക്കെ ഇട്ടു. പക്ഷേ തികയാത്തത് കാരണം ഞാൻ വീണ്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നല്ല അടിപൊളി കോണാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കയ്യിൽ നെയിൽ ഹെന്നയുണ്ട്, അതുപോലെ നമ്മുടെ എന്താ പറയുക കയ്യിലിടുന്ന ആ ഒരു മെഹന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ വീട്ടിലോട്ട് പോവുക. ആരാണ് ആരുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് എന്ന് പറയാനായിട്ടുള്ളത് ആരാണ്? പറയൂ. ഇല്ല, ഒറ്റ ഒരാളുടെ പേര് പറയാനേ പറ്റുള്ളൂ. വെരി സോറി, ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളുടെ പേരെ പറയാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ മെഹന്തി കോണൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നാളേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ബീഫാണ്. ബീഫ് ജസ്റ്റ് സവോളയും അങ്ങനെ എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ തന്നെ പാല് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഒരു പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വെച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചതായിരുന്നു. അപ്പോൾ ഒരു ഫ്ലെയിം വന്നപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അതായത് ആ ഒരു പ്രഷർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ പാലിങ്ങനെ ഒരു നല്ല മണം, അതുപോലെ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പാലട പായസം ഉണ്ടാക്കാനുള്ള പാലാണ്. അപ്പോൾ അത് അങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പിടിയും ആണ്. അതായത് ഇറച്ചിപ്പിടി എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയുന്നത് അതിന്. അതുപോലെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ. അപ്പോൾ ഞങ്ങളുടെ അവിടെ അതിന് ഇറച്ചിപ്പിടി എന്നാണ് പറയാറ്. അപ്പോൾ അതുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വെള്ളം വെച്ചു. സാധാരണ നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണോ മാവ് അതായത് പൊടി വാട്ടിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രൊസീജിയറൊക്കെ. പക്ഷേ നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഇല്ല. അതിന് പകരം നമ്മൾ കുഞ്ഞ് ബോൾസാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നാളെ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലട ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ മെഹന്തി ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ അനിപ്പോൾ ഇതാണ് കേട്ടോ ഡിസൈൻ. അപ്പോൾ ഇനി കാണിച്ചില്ല എന്ന് പറയാം. മോനിവിടെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മോൻ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ നാളെ പെരുന്നാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. അവൻ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അതേ നമ്മുടെ പത്തിരിയല്ല മാവ് പൊടി വാട്ടാനുള്ള ആ ഒരു വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ സാധാ പോലെ നമ്മൾ പൊടി വാട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ പൊടി വാട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തന്നെ കുഴച്ചെടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മളുടെ കേക്ക് ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബീറ്ററുണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് മാവ് കുഴക്കുന്ന ഇങ്ങനത്തെ ഒരു സ്പൈറലായിട്ടുള്ളൊരു ബ്ലേഡ് വരുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഇട്ടിട്ട് ഞാൻ അപ്പോൾ തന്നെ നമ്മൾ വാട്ടിയെടുത്ത് അപ്പോൾ തന്നെ ഇതുപോലെ ചെയ്തെടുക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളൊരു 15 മിനിറ്റ് അത് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് പൊടി വാട്ടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ മതി. വല്ലാണ്ടിട്ട് കുഴക്കേണ്ട ഒരു സീന് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമ്മൾ ആ ഒരു പിടി ഉണ്ടല്ലോ അത്
വേവിച്ചെടുക്കുക, ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഈ വലിയ ഈ ഉണ്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ചെറിയ ബോൾസ് എടുക്കുക. എന്നിട്ട് അതിനെ നല്ല നീളത്തിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ചിലർ അതിൽ നിന്ന് തന്നെ ആ വലിയ ബോളിൽ നിന്ന് തന്നെ കുറച്ച് ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട്, അതായത് കുഞ്ഞു ബോൾസാക്കി മാറ്റാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയുക, നല്ല ഈസി ആയിട്ട് ഒരേ വലിപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ മറ്റത് ചെയ്യുന്നതിനേക്കാട്ടിലും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാറ്. അപ്പോൾ ബാബി, ഞാനവിടെ അത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്, ബാബി അവിടെ അത് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വേവിക്കാനായിട്ട്, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അട നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം കിടന്നിട്ട് എന്താ പറയുക വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വെന്തതാണ്. എന്നിട്ട് അത് നമ്മൾ ഊറ്റി വെക്കുക. നല്ല ഈസി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. ഇത് നമ്മുടെ വീണാസ് കറി വേൾഡില്ലേ മൂപ്പരുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയാണ് ഞാനിപ്പോൾ പാലട ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ആ അട ഉണ്ടല്ലോ അതിനെ വേവിച്ച് വെച്ച അട കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ആ വേവിച്ച് വെച്ച അട ഉണ്ടല്ലോ, അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക, എന്ത് പാത്രം വെച്ചെങ്കിൽ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അട ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ആ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം. നമ്മൾ പാലിൽ അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പാലിട്ടല്ലോ അതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാല് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 2 തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കട്ട കെട്ടിയതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് അതുകൊണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. എന്നിട്ട് പിന്നെ ആ ഫുൾ പാല് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ 2 ലിറ്റർ പാലും അതുപോലെ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ആ 1 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് വറ്റുന്ന രീതിയിൽ അത് വറ്റിച്ചെടുക്കണം, പാല് മാത്രം ആക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരിക. അത്രേ ഉള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, വേറെ ഒന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മോനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് കുറേയൊക്കെ അവിടെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്. മോൻ ചപ്പാത്തി ഉണ്ടാക്കുക, അതുപോലെ പത്തിരി, അങ്ങനത്തെ ഐറ്റംസ്. ഈ മാവ് കുഴക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ക്ലേ പോലെ കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് നമ്മളിപ്പോൾ കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് വരും. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബോൾസൊക്കെ ഹാർഡായിട്ട് വരും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴിയാനായിട്ട് നമ്മളുടെ ഇഡലി പാത്രം ഉണ്ടല്ലോ, ഇഡലിയല്ല നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രങ്ങളുണ്ടല്ലോ ഹോൾസെയിൽ, അതിൽ വെച്ചിട്ട് ഒരു 6-7 എണ്ണം ഒരുമിച്ച് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും നമുക്ക്. അപ്പോൾ ബീഫ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതാണ്, അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ ആ ഒരു ബീഫിലോട്ട് നമ്മൾ ആ ഗ്രേവിയില്ലേ അതിലേക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പിടികളുണ്ടല്ലോ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചിക്കനിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് വരിക ബീഫിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. ബീഫാണ് ഇതിന് പറ്റിയൊരു കോമ്പിനേഷൻ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകിയെടുത്തു. ഇനി ഇത് മിക്സിംഗ് ആണ്. ഇത് നന്നായിട്ട് ഇതുമായിട്ട് ഈ ഒരു പിടിയും അതുപോലെ ഈ ഒരു ഇറച്ചിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് തേങ്ങ വറുത്തരച്ച് ഒഴിക്കാനുണ്ട്, പക്ഷെ അത് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നില്ല, അത് നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും ആക്കി വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കും. അത് കഴിഞ്ഞ് നാളെയാണ് ആ പരിപാടിയൊക്കെ ചെയ്യുക, നാളെ രാവിലെ. അപ്പോൾ മോന് ഉറക്കം വന്നിട്ട് എൻ്റെ പണി കഴിഞ്ഞിട്ടുമില്ല, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോൻ നല്ല വാശിയായി, കാരണം അവന് ഉറക്കം വന്നിട്ട്. അപ്പോൾ പിന്നെ ഇനി ബാക്കി പരിപാടികളൊക്കെ നാളെയാണ്. അപ്പോൾ നമ്മൾ മോൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മെഹന്തിയൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഇനി നമുക്ക് നാളെ കാണാം. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നിസ്കാരവും കുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ കയറി. പിന്നെ ഈദ്ഗാഹും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് നേരെ ഈദ്ഗാഹിന് പോവും, അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റാൽ തന്നെ പിന്നെ തക്ബീർ കേൾക്കും പള്ളിയിൽ നിന്ന്. അപ്പോൾ ഭയങ്കര ഒരു പെരുന്നാളിൻ്റേതായ ഒരു രസങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ്, ഒരു ഫീല് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അങ്ങനത്തെ അതൊന്നും ഇല്ലാത്ത കാരണം അത്ര അങ്ങോട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ പെരുന്നാളൊന്നും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് വറവൊക്കെ ഇടണം, അതുപോലെ തേങ്ങ അരച്ചൊഴിക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് തേങ്ങ വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് തൂമിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഇറച്ചിപ്പൊടി ഉണ്ടാക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. കാരണം ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്, വാട്ടുന്നതിനെ കുറിച്ചും ഒക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം അറിയാത്തവർ. അങ്ങനെ ഞങ്ങൾ ഇനിയും ചായ കുടിക്കാനിരിക്കുകയാണ്. ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനതിൽ നിന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി നോക്കുമ്പോൾ മോനെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പാച്ചയ്ക്കും നേരെ അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ക്ലീനിങ് ഉണ്ടാവുമല്ലോ, രാവിലത്തെ ആ ഒരു ഇത് കഴിഞ്ഞ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ചിക്കൻ കായം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചു. ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്താണ് നമ്മൾ ഈദ് വിഷ് പറയാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫോണിൽ ഇങ്ങനെ കുറേ പേര് മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മോനെ എണീറ്റപ്പോൾ ബാബി കൊണ്ടുപോയിട്ട് മോനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത്. അപ്പോൾ അവന് ഫുഡും കാര്യങ്ങളൊക്കെ ബാബി കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലെ പണികളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വ്ളോഗിലൊക്കെ ബാബീനെയും ഇക്കാനെയും കാണാത്ത കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബാബിക്കും ജോലി സെറ്റായ കാരണം അവർ ബാബിയുടെ ജോലി സ്ഥലത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് മാറി. ഇപ്പോൾ പെരുന്നാളായിട്ട് അവർ വന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ ഷിഫ്റ്റിംഗ് വ്ളോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.
പറഞ്ഞ ഇതും പറക്ക്. എന്താണ്? അപ്പൊ ഇതാണ് മോന് ഇതിനെടുത്തിട്ടുള്ള ഡ്രസ്സ്. നമ്മൾ മാക്സിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല പിങ്ക് കളറിലുള്ള പായസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ നമ്മൾ ഓണത്തിനൊക്കെ വാങ്ങിക്കില്ല, അതുപോലെ കല്യാണത്തിന് സദ്യ ഉണ്ടാവില്ലേ, അതിനൊക്കെ കിട്ടുന്ന ആ ഒരു അടപ്പായസം ഉണ്ടല്ലോ, സെയിം ടേസ്റ്റാണ്, ഒരു വ്യത്യാസമില്ല. എന്തായാലും നല്ല അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ബിരിയാണിയൊക്കെ അവിടെ ദമ്മിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ ഇതാ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പ് തുറക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതും സിമ്പിൾ. ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കാതിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ബിരിയാണിയും പായസമൊക്കെ കൂട്ടി അടിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ ടൂട്ടോക്കൊക്കെ ഉള്ള കാരണം നമ്മൾ അങ്ങനെ ആ ഒരു ഇതിലാണ് വിളിക്കാറ്. അപ്പോൾ അതിൽ വിളിക്കുകയാണ്. അപ്പോഴത്തേനും മോൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നെയ്ബറാണ് ആമി. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ കളിയായിരുന്നു പിന്നെ കുറേ നേരം. അപ്പോൾ പെരുന്നാളിന് നമ്മൾ ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ എല്ലാവരും കൂടിയിട്ട് കേട്ടോ, അതായത് മക്കൾ മാത്രം. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്താണ്, ഒക്കെ പുറത്താണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിലൊക്കെയാണ് എല്ലാവരും കാണുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ലീവുള്ള ദിവസമാണ് എല്ലാവരും ഇങ്ങനെ ഈ ഒരു സ്ക്രീനിലൂടെയാണ് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ വീണ്ടും കിച്ചൺ. അവിടെ കുറേ പാത്രങ്ങൾ ഉണങ്ങാനും കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അതത് പ്ലേസിൽ വെക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇപ്പോൾ ഈ കൊറോണ ആയ കാരണം നമുക്ക് എവിടെയും പോകാനില്ല. മറ്റത് നമ്മൾ ഒന്നെങ്കിൽ എല്ലാവരും ഇവിടെ വരും, റിലേറ്റീവ്സൊക്കെ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോവും. അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ കൊറോണ ആയിട്ട് അങ്ങനത്തെ സീനുകളൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചൊക്കെ അതാ വാക്വം ചെയ്യാണ്. അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കലും മെയിനായിട്ട് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ ദിവസം. പീച്ച് മൈലാഞ്ചി കാണിച്ചായോ? എന്താ കാണിച്ചില്ലാത്ത? ഞാൻ മുണ്ടില്ല. നോട്ടെ കയ്യിൽ നോക്കട്ടെ മൈലാഞ്ചി. കുഞ്ഞാ നോക്കട്ടെ ആ കയ്യിൽ നോക്കട്ടെ. മൈലാഞ്ചി കാലുമേ അതാ കാലുമ ഇട്ടിട്ടുണ്ട്. എന്ത് എന്തുണ്ടാക്കിയേക്കണേ? എന്താ ദുമ്മിക്കാണോ? എന്നാ തന്നോ ദുമ്മിക്ക് കഴിക്കാന്. ഇതെന്ത് പാപ്പുവാ? ചിക്കനാ? ഓക്കെ. ഇതെന്താണ് ഇപ്പൊ വെച്ചത്? എന്താണ് ഇപ്പൊ വെച്ചത്? കഴിക്കട്ടെ. ഇതെന്താ ഉണ്ണി? ഇതെന്താണ് സാധനം? ഇതെന്താണ്? ഇത് കഴിക്കാനുള്ളതാ? ഇത്
പൈസ 5 പൈസ അത് ഇത് 5 പൈസ എത്ര ഇത് ചിക്കൻ ആവും അല്ലേ ചിക്കൻ ഓക്കെ നമ്മൾ കഴിക്കട്ടെ കേട്ടോ അയ്യോ ചൂടുണ്ടോ പച്ചമുളക് ഇതെന്തിപ്പോ ഉണ്ടാക്കാൻ പോവാണ് ഇനി ഉണ്ടാക്കാണോ അപ്പൊ ഒരു ഇതും പാർക്ക് പറഞ്ഞേ ഇങ്ങോട്ട് പറയും ഹായ് ഫ്രണ്ട്സ് കൊണ്ട് പറയും ഇതും പാർക്ക് ഇതും പാർക്ക് പറഞ്ഞേ പറഞ്ഞേ ഇതെന്തുണ്ടാക്കാൻ പോണത് ഓക്കെ അത് സവാള കത്തിൻ്റെ മീറ്റിട്ട കത്തി Baba, my baby. മതി അതെന്താ അല്ല അതിതാണ് ഓവനിൽ വെച്ചതപ്പോ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാറ്റുന്നേ അല്ല ഓവനിൽ വെച്ചിട്ടപ്പോ ചൂട് അറിയില്ലേ പിന്നെ അപ്പാണ് അല്ല ചൂടാറ്റ എന്തെങ്കിലും തീയോണാക്കണ് ഊതല്ലേ കൊറോണ വരും ചൂടാറ്റാനെ തീമ വെച്ചേക്കണ് കയ്യിലെടുത്തിട്ട് ഇളക്കി ചൂടാറും വേഗം കയ്യിലുകൊണ്ട് ഇളക്കി ഉമ്മക്ക് വിശക്കുണ്ട് കേട്ടോ വേഗം തായോ ചൂടാറിയ പറയട്ടാ അതെന്താ ഇതിങ്ങനെ പൊക്കണം എന്താ സംഭവം ഇതിന്റെ ഇത് സവാള ഉണ്ടാക്കാം സവാള ഉണ്ടാക്ക പിന്നെ ബാബാക്ക് പെയിന്റ് ബൈക്ക് വേണം അപ്പോൾ മോന് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കിച്ചണിൽ നിന്ന് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവന് കയ്യെത്തുന്ന ദൂരത്തിൽ അതാണ് കിട്ടിയത്. അപ്പോൾ അത് കൊടുത്തിട്ട് ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഫുള്ള് കാർപ്പറ്റിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അവിടെ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ വേവിക്കും, നമുക്ക് തരും, നമ്മൾ കഴിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ടൈം അങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് അന്നത്തെ ദിവസം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഈദ് ചിലവഴിച്ചത്. പ്രത്യേകിച്ചൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വളരെ പെട്ടെന്ന് കാണാം എന്ന പ്രതീക്ഷയിൽ ടേക്ക് കെയർ ആൻഡ് ബൈ.